അമ്മേ നാരായണ, ദേവി നാരായണ. അമ്മമാരുടെ, അതായത് ദേവിമാരുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ദേവീക്ഷേത്രങ്ങളിലെല്ലാം പൊങ്കാല മഹോത്സവങ്ങൾ നടക്കും. ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന ചടങ്ങും അമ്മമാർ നൽകുന്ന പൊങ്കാല തന്നെയാണ്. മിക്ക ക്ഷേത്രങ്ങളിലും സ്ത്രീ പുരുഷ ഭേദമില്ലാതെ പൊങ്കാല നടത്താൻ പറ്റും. എന്നാൽ ബഹുഭൂരിപക്ഷം പൊങ്കാല നടത്തുന്നത് സ്ത്രീജനങ്ങളാണ്. ചില ദേവന്മാരുടെ ക്ഷേത്രത്തിലും അപൂർവമായിട്ട് പൊങ്കാല നടത്താറുണ്ട്. എന്തായാലും പൊതുവിൽ അമ്മമാരുടെ ഇഷ്ട വഴിപാടായിട്ടാണ് പൊങ്കാല നമ്മൾ കണക്കൂട്ടുന്നത്. പൊങ്കാല വ്രതശുദ്ധിയോടുകൂടി ഇടുന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും അനുഗ്രഹത്തിൻ്റെ ഒരു ഒഴിയാത്ത കലവറ തന്നെ ലഭ്യമാകുന്നുണ്ട്. അത് തിരിച്ചറിയുന്ന ഭക്തജനങ്ങൾ ആരും തന്നെ പൊങ്കാല ഇടാനുള്ള അവസരങ്ങളെ നഷ്ടപ്പെടുത്തുകയില്ല. ഇന്ന് ഒരു പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 16 കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ഈ സംശയങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള പലരും വാട്സപ്പ് വഴിക്കും മെസ്സേജ് വഴിക്കും അല്ലാതെ യൂട്യൂബിലെ പല വീഡിയോകളുടെ കീഴേയും ചോദിച്ച ചോദ്യങ്ങളാണ്. നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്ന ഒരു വ്യക്തിക്കും ഈ കാര്യങ്ങളിലൊരു അറിവ് വേണം. അങ്ങനെ അത് ചെയ്യുമ്പോഴാണ് ആ പവിത്രീകരണമാകുന്ന പൊങ്കാല ഒരു സായുജ്യപൂർണമായി തീരുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ. പൊങ്കാല ഇടുന്ന ഏതൊരു ഭക്തജനത്തിനും വളരെ പ്രയോജനപ്പെടുന്ന ഒന്നായിരിക്കും. കാരണം ഇതിൽ ഒരു സംശയമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴെങ്കിലും ഉണ്ടായിരിക്കും. ആ സംശയത്തിനുള്ള മറുപടിയായിരിക്കും ഈ ലഭിക്കുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: പൊങ്കാല ഇടുന്നതിന് മൺകല ആവശ്യമാണോ എന്നുള്ളതാണ്. പണ്ട് കാലം മുതലേ പൊങ്കാല ഇടുന്നതിന് നമ്മിൽ ബഹുഭൂരിപക്ഷം പേരും മൺകലം ഉപയോഗിച്ചിരുന്നു. പക്ഷേ മൺകലം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. നമുക്ക് വെങ്കലത്തിലുള്ള, ചെമ്പിലുള്ളത്, അങ്ങനെ പല വിധത്തിലുള്ള ലോഹങ്ങൾ, ഇരുമ്പൊഴിച്ച് അലുമിനിയം ഒഴിച്ച് ഉള്ള ലോഹങ്ങൾ നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഏതെങ്കിലും ക്ഷേത്രത്തിൽ മൺകലത്തിൽ മാത്രമേ പൊങ്കാല പാടുള്ളൂ എന്ന് നിർബന്ധമുണ്ട്, നിബന്ധനയുണ്ടെങ്കിൽ അവിടെ മാത്രമേ നമുക്ക് അങ്ങനെ ആ നിർബന്ധ ബുദ്ധി കാണിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ളിടത്തെല്ലാം നമുക്ക് വീട്ടിലുള്ള ചെറിയ ചെമ്പിലെ ഉരുളിയോ അല്ലെങ്കിൽ വെങ്കലത്തിലെ ഉരുളിയോ ഓട്ടുരുളിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ചെറിയ കലങ്ങൾ ഉപയോഗിക്കാം, അതിലൊന്നും തെറ്റില്ല. രണ്ടാമത്തെ ചോദ്യം: പൊങ്കാല ഇടുന്നതിന് എത്ര ദിവസത്തെ വ്രതം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പൊങ്കാല ഇടുന്നതിനുള്ള വ്രതം ഓരോ ക്ഷേത്രത്തിൻ്റെ വ്യത്യാസമുണ്ട്, ഭക്തിയുടെ വ്യത്യാസമുണ്ട് എന്നൊക്കെ ഉള്ളത് പരിഗണിക്കേണ്ടതുണ്ട്. ഏറ്റവും കുറഞ്ഞ പക്ഷം തലേദിവസം വ്രതമായിരിക്കുക എന്നുള്ളതാണ് മുഖ്യം. തലേദിവസം വ്രതമായിരിക്കുക, പൊങ്കാല ഇടുന്ന ദിവസം പൂർണ്ണവ്രതമായിരിക്കുക എന്നുള്ളത്. ചിലർ 9 ദിവസം വ്രതം എടുക്കും, ചിലർ 7 ദിവസം വ്രതം എടുക്കും, ചിലർ 5 ദിവസം വ്രതം എടുക്കും, ചിലർ 3 ദിവസം വ്രതം എടുക്കും. അത് 9 ദിവസം നീണ്ടിരിക്കുന്ന ഉത്സവം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 9 വ്രതമായിരിക്കും, 7 ദിവസം ഉണ്ടെങ്കിൽ 7 ആയിരിക്കും, 5 ദിവസമുള്ള ഉത്സവം ഉണ്ടെങ്കിൽ 5 ആയിരിക്കും, 3 ദിവസം ഉണ്ടെങ്കിൽ 3 ആയിരിക്കും. എന്നാൽ ഇതൊന്നും കഴിയാത്തവർക്ക് തലേ ദിവസത്തെ വ്രതം, പിറ്റേ ദിവസത്തെ പൊങ്കാല വ്രതം എന്നുള്ള രീതിയിലാണ്. തലേ ദിവസം മത്സ്യമാംസാദികളൊന്നും പാടില്ല, പിറ്റേ ദിവസം അങ്ങനെ തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാതെയുള്ള വ്രതം. തലേ ദിവസം ഒരിക്കൽ ഊണ് മാത്രം കഴിച്ച് വ്രതം എടുക്കുന്നവരുണ്ട്. ചിലരാകട്ടെ പൊങ്കാല ഇടുന്നതിന് മുമ്പ് ജലപാനങ്ങൾ ഒന്നും ചെയ്യില്ല, പൊങ്കാല ഇട്ടതിന് ശേഷമേ എന്തെങ്കിലും ജലപാനങ്ങളോ എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കളോ കഴിക്കുള്ളൂ. അങ്ങനെയുണ്ട്. അത് ഭക്തരുടെ ഒരു ഭക്തിയുടെ വിശേഷമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിയതമായ ആചാര പദ്ധതി പറയുകയാണെങ്കിൽ തലേ ദിവസം വ്രതം വേണം, പിറ്റേ ദിവസവും വ്രതം വേണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം: ഒരാൾ വീട്ടിൽ മരണപ്പെട്ടു പോയി, അടുത്ത ബന്ധുവാണ്, എങ്കിൽ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പൊങ്കാല ഇടാവൂ എന്നുള്ള നിർബന്ധമാണോ എന്നുള്ളതാണ്. പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പം പലരും ധരിച്ചു വച്ചിരിക്കുന്ന കാര്യത്തിനൊരു മാറ്റം ഉണ്ടായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായാലും ശരി, മരണപ്പെട്ടു പോയാൽ 1 വർഷം വരെ പൊങ്കാല ഇടാതിരിക്കുക എന്നുള്ളത് ഒരു ശീലമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ പണ്ടത്തെ കുടുംബക്ഷേത്രങ്ങളിൽ അവിടുത്തെ മൂത്ത കാരണവർ ആയിട്ടുള്ള ആൾക്കാരോ മറ്റൊക്കെ മരണപ്പെട്ടു പോയാൽ പിന്നെ 1 വർഷത്തേക്ക് അമ്പലം അടഞ്ഞു കിടക്കും, പിന്നെ തുറക്കില്ല. അങ്ങനെ തെക്കേതുകൾ എന്നൊക്കെ പറയപ്പെടുന്ന ചില സ്ഥാനങ്ങളുണ്ട്, ചാവുകളൊക്കെ ഇരുത്തുന്ന. അവിടെയൊക്കെ 1 വർഷം കഴിഞ്ഞ് നട തുറക്കുള്ളൂ, പിന്നെ പൊങ്കാല ഇടാൻ സാധിക്കുകയുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതൊക്കെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾക്കോ മറ്റൊക്കെ പൊങ്കാലയുള്ളപ്പം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാലും നമുക്ക് 1 വർഷം വരെ കാത്തു കെട്ടിയിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല.
ഇരിക്കേണ്ട ആവശ്യം വരും. എവിടെയാണ്? ആ വീട്ടിൽ അസ്ഥി വെച്ച് പൂജ കൊടുക്കുന്നുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടേ അത് നിമജ്ജനം ചെയ്യുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അധികാരിയായിട്ട് വയ്ക്കുന്ന ആൾക്കാർക്ക് പൊങ്കാല ഇടാൻ പാടില്ല. അല്ലാതെ 16 കഴിഞ്ഞ് അസ്ഥി ഒഴുക്കൽ കഴിഞ്ഞു, 41 ദിവസം കഴിഞ്ഞു അസ്ഥി ഒഴുക്കൽ കഴിഞ്ഞു, ഇങ്ങനെ 2 തരത്തിലാണ് പൊതുവിൽ ചെയ്യുന്നത്. 16 കഴിഞ്ഞ് ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ, പുലകുളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൊങ്കാല ഇടുന്നതിൽ വിരോധമൊന്നുമില്ല. ചിലപ്പം ചിലർക്ക് ആ മനസ്സിൻ്റെ ആഘാതം അവിടെ കിടക്കും. അതായത് ആ മരണപ്പെട്ടു പോയിട്ടുള്ള ആ ആത്മബന്ധം അവർക്ക് പുറത്തോട്ട് പോകാനോ പൊങ്കാലിടാനോ ഒന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു 3 മാസം കഴിഞ്ഞിട്ടൊക്കെ പോയിട്ട് പൊങ്കാലിടാവുന്നത്, 90 കഴിഞ്ഞിട്ട് അവർക്ക് പൊങ്കാലിടാം. അപ്പോഴാ ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥ ഒന്ന് മാറിക്കിട്ടും. മാത്രമല്ല, ഇങ്ങനെ ഒരു പൊങ്കാലയൊക്കെ അർപ്പിച്ച് ഭക്തിയോടെ നിൽക്കുമ്പോൾ ഈ വലിയ ആഘാതമല്ലേ മരണമെന്ന് പറയുന്നത്, അത് സംഭവിച്ചിട്ട് അതിൻ്റെ ആ കെട്ടുപാടുകളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാനും ഭഗവതിക്കൊരു പൊങ്കാല സമർപ്പിക്കുന്ന ഗുണകരമാണ്. അതുകൊണ്ട് മാക്സിമം അതിൽ നിങ്ങൾക്കൊരു 41 ദിവസം, അല്ല അതിനപ്പുറം 90 ദിവസം വരെ പരമാവധി എടുത്താൽ മതി. അതിനപ്പുറം പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. പിന്നെ പറഞ്ഞതുപോലെ അസ്ഥി വെച്ച് പൂജ ചെയ്യുകയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ആണ്ടുബലിക്കേത് പുഴയിൽ ഒഴുക്കുന്നുള്ളൂ അല്ലെങ്കിൽ കടലിൽ ഒഴുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആ ടൈമിൽ അത് 1 വർഷം കഴിഞ്ഞിട്ട് പൊങ്കാല ഇട്ടാൽ മതി. 4ാമത്തെ ചോദ്യം, ആർത്തവം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞ് പൊങ്കാല ഇടാം എന്നുള്ളതാണ്. ആർത്തവം കഴിഞ്ഞ് 7 കഴിഞ്ഞ് ശുദ്ധമായിട്ടുണ്ടെങ്കിൽ പൊങ്കാല ഇടാം എന്നുള്ളതാണ്. ചിലർ 12 കഴിയണമെന്ന് പറയും, ചിലർ 10 കഴിയണമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ 7 കഴിഞ്ഞ് നിങ്ങൾ ശുദ്ധമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊങ്കാല ഇടാം. പക്ഷേ 7 കഴിഞ്ഞ് 8ാമത്തെ ദിവസം നിങ്ങൾക്ക് പൊങ്കാല ഇടാൻ പറ്റില്ല എന്ന് ഓർക്കണം. കാര്യം നമുക്ക് വ്രതം എടുക്കുന്ന ദിവസവും നമുക്ക് ശുദ്ധമായിരിക്കണം. അപ്പോൾ 7 കഴിഞ്ഞ് 8-ന് വ്രതം വേണം, ഉപവ്രതം എന്ന് പറയും തലേ ദിവസത്തെ. അപ്പോൾ 9 ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പൊങ്കാല ഇടാൻ പൂർണ്ണമായിട്ട് പറ്റുകയുള്ളൂ. 5ാമത്തെ ചോദ്യം, പൊങ്കാല അടുപ്പ് ഇഷ്ടിക തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാകണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പൊങ്കാല അടുപ്പ് നമുക്കിപ്പം ഇരുമ്പിൽ നമുക്ക് അടുപ്പ് മേടിക്കാൻ കിട്ടും. പല ക്ഷേത്രങ്ങളിലെ ഇരുമ്പ് അടുപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. അല്ലാതെ ഹോളോ ബ്രിക്സ് പോലെ ചെയ്തിട്ടുള്ള സിമൻറ്റ് കട്ടകളുണ്ട്, അത് വെച്ച് നമുക്ക് അടുപ്പ് കൂട്ടാം. ഇഷ്ടിക ഒരു ഉപാധിയാണ് എന്നതേ ഉള്ളൂ, അത് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്. 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, എന്നും രാവിലെ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ ഒട്ടേറെ അറിവുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. 6ാമത്തെ ചോദ്യം, ഒരാൾക്ക് എത്ര തരം പൊങ്കാല ഇടാം എന്നുള്ളതാണ്. എത്ര തരം പൊങ്കാല വേണമെങ്കിലും ഇടാം. ഭക്തൻ്റെ ആഗ്രഹപ്രകാരമുള്ള പൊങ്കാലകളാണ്. അതിന് ഇന്നത് രീതി എന്നൊന്നുമില്ല. നമുക്ക് 1, 3, 5, 7, 9 ഇഷ്ടം പോലെ നിവേദ്യങ്ങൾ വയ്ക്കാം. പ്രധാനപ്പെട്ട പൊങ്കാല, ശർക്കര പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെള്ള പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം പൊങ്കാലകൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 7ാമത്തെ ചോദ്യം, പരമ്പരാഗതമായിട്ടുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു മാത്രമേ പൊങ്കാല ഇടാവൂ എന്നുള്ള ചോദ്യമാണ്. സഭ്യതയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഭക്തിപ്രസരം പൊങ്കാല ഇടുക എന്നതാണ് ഇതിന് മറുപടി. ഒരു തരത്തിലും മറ്റുള്ളവർക്ക് നെറ്റി ചുളിക്കാൻ തരത്തിലുള്ള വസ്ത്രങ്ങൾ, ഭക്തിക്ക് ഹീനത വരുത്തുന്ന വസ്ത്രങ്ങൾ മുതലായവ ധരിക്കാതിരിക്കുക. പരമാവധി പൊങ്കാല വിശ്വാസത്തിൻ്റെയും ദൈവികതയുടെയും ഭാഗമാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ചേർന്ന ട്രഡീഷണൽ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഏറെ ഗുണകരം. 8ാമത്തെ ചോദ്യം, ചെരുപ്പ് ധരിച്ച് പൊങ്കാല ഇടാമോ എന്നുള്ളതാണ്. പലപ്പോഴും റോഡ് വക്കിലും മറ്റുമൊക്കെ ഇരുന്ന് പൊങ്കാല ഇടുന്നവർ ചോദിക്കുന്ന ചോദ്യമാണ്. അവരുടെ കാല് ചുട്ടുപൊള്ളും, അപ്പോൾ അവർക്ക് ചെരുപ്പിട്ട് നിന്ന് പൊങ്കാല ഇടാൻ പറ്റുള്ളൂ, കാലിന് പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പരമാവധി അവരടുത്ത് പറയാറുണ്ട്, നിങ്ങളൊരു സോക്സ് ധരിക്കുക, അത് ധരിച്ചിട്ട് നിന്ന് പൊങ്കാല ഇടുക. അല്ലെങ്കിൽ നിങ്ങളൊരു ചവിട്ടി കൊണ്ടുപോവുക, ആ ചവിട്ടിയുടെ പുറത്ത് നിന്നുകൊണ്ട് നിങ്ങളൊക്കെ പൊങ്കാല ഇടുക. പരമാവധി ചെരുപ്പ് ഉപേക്ഷിക്കുക, ചെരുപ്പ് ഇട്ടുകൊണ്ട് പൊങ്കാല ഇടരുത് എന്നുള്ളതാണ്. അതാണ് നമ്മൾക്കുള്ള മറുപടി, ചെരുപ്പിട്ട് പൊങ്കാല ഇടാതിരിക്കുക എന്നുള്ളത്. 9ാമത്തെ ചോദ്യം, നിലവിളക്ക് തെളിയിക്കാതെ പൊങ്കാല ഇടാമോ എന്നുള്ളതാണ്. പൊങ്കാല ഇടുമ്പോൾ മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് വെച്ചിരിക്കുക ഗുണകരമാണ്. ഈ ഒരു പക്ഷേ അതിന് സാധ്യതയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, നമുക്ക് പൊങ്കാല ഇടാവുന്നതാണ്. നിലവിളക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഒരു നിലവിളക്ക് ഉണ്ടെങ്കിൽ കൊള്ളാം എന്നുള്ളതാണ്. 10ാമത്തെ ചോദ്യം, പൊങ്കാല ഇട്ട ശേഷം ഭക്ഷണം കഴിക്കാമോ എന്നുള്ളതാണ്. പൊങ്കാല ഇടുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന ശീലം സാധാരണ ഭക്തജനങ്ങൾക്കില്ല. എന്നാൽ പൊങ്കാല ഇട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ചിലതരം ലഘുഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കുന്ന ക്ഷേത്ര ഭാരവാഹികൾ തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. പൊങ്കാല ഒന്ന് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഭക്ഷണം കൊടുക്കും, പോയി മേടിച്ചുകൊണ്ട് വരും, കഴിക്കും, പിന്നെ പൊങ്കാല ഇളക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ള പ്രവണതയാണ്. പൊങ്കാല ഇട്ട് കഴിഞ്ഞതിന് ശേഷം
ചിലപ്പം കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും നേദ്യം ഉണ്ടാവുക. അപ്പോൾ ലഘുഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് മേടിച്ച് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ചില ഭക്തജനങ്ങൾ പൊങ്കാല നേദിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നുള്ള വ്രതമുള്ളവരാണ്. അവരപ്രകാരം ചെയ്യാം. നിങ്ങൾ ഇപ്പം പൊങ്കാല ഇട്ട് വെച്ചു, ഇനി 3 മണിക്ക് അടുത്ത് നേദ്യം ഉള്ളൂ എന്നൊരു ക്ഷേത്രത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ ഭക്ഷണം കഴിക്കാവുന്നതാണ്. പക്ഷെ ഒന്നറിയേണ്ടത്, നിയർലി തൊട്ടടുത്ത് തന്നെ ഒരു 10 മണിക്ക് 10:30ക്ക് പൊങ്കാല തീർന്നു, പിന്നെ 11 മണിക്കോ 11:30ക്കോ ഉള്ളിൽ പൊങ്കാല നേദ്യം ഉണ്ടാവും. എങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ആ നേദ്യം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ശുഭം. ഭാരവാഹികൾ ആ രീതിയിൽ അത് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഭക്തജനങ്ങൾക്ക് ആ പുണ്യം കൂടുതലായിട്ട് നേടിയെടുക്കാൻ ഏറ്റവും ഗുണകരം. 11ാമത്തെ ചോദ്യം, പൊങ്കാല കിഴക്കോട്ട് നോക്കിയിടണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ എന്നുള്ളതാണ്. നമ്മൾ വീടുകളിൽ പൊങ്കാല ഇടുമ്പോൾ കിഴക്കോട്ട് പൊങ്കാല ഇടുക ശുഭകരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഇടാറുള്ളത്. എന്നാൽ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുമ്പോൾ എപ്പോഴും ക്ഷേത്രത്തിൻ്റെ ദിക്ക് നോക്കി പൊങ്കാല ഇടാം എന്നുള്ളൊരു വിധിയുണ്ട്, കിഴക്കോട്ട് നോക്കി പൊങ്കാല ഇടാം എന്നുള്ളൊരു വിധിയുണ്ട്. നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു വലിയ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോവുകയാണ്. അതായത് ആറ്റുകാൽ ക്ഷേത്രം പോലെ മറ്റു വലിയ ചക്കുളത്ത് പൊങ്കാലയൊക്കെ ഉണ്ടല്ലോ. അന്ന് റോഡിലൊക്കെ നിറഞ്ഞു കവിഞ്ഞ ആളായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ദിക്കൊന്നും പ്രാധാന്യമില്ല, ക്ഷേത്ര സങ്കല്പമാണ് അവിടെ ഉള്ളത്. ക്ഷേത്രത്തിനെ സങ്കല്പിച്ച് ഏത് ദിക്കിലേക്ക് ഇടുക എന്നുള്ളതാണ്. റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയായിരിക്കും പൊങ്കാല ഇടുന്നത്. സങ്കല്പം എവിടെയാണ്? ക്ഷേത്രം. അവിടെ ദിശയ്ക്കോ മറ്റൊന്നുമില്ല. നിങ്ങൾ ആ ശൃംഖലയുടെ ഒരു ഭാഗമാണ്, ആ ശ്രേണിയുടെ ഭാഗമാണ്. അവിടെ ദിശ നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. വീട്ടിലാണെങ്കിൽ നമുക്കിതൊക്കെ നോക്കാം. 12ാമത്തെ ചോദ്യം, പൊങ്കാല കിഴക്കോട്ട് തൂവിയില്ലെങ്കിൽ ദോഷമാണോ എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് ആരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അത് കിഴക്കോട്ട് തൂവണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഗൃഹപ്രവേശം പാല് കാച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പാല് തിളച്ച് കിഴക്കോട്ട് തൂവിയാൽ ശുഭകരം എന്നുള്ള ഒരു ലക്ഷണശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പൊങ്കാല കിഴക്കോട്ട് തിളച്ച് തൂവണം എന്നുള്ളതിന് നിർബന്ധമൊന്നുമില്ല. കാര്യം പൊങ്കാല തിളച്ചിട്ട് തൂവണം എന്നുള്ളത് തന്നെ നിർബന്ധമില്ല. ചിലപ്പം തിളച്ച് നിൽക്കും, തൂവാതിരിക്കും. പിന്നെ ചിലർ തൂവിക്കാൻ വേണ്ടിയിട്ട് തീയൊക്കെ പടർത്തിയിട്ട് അവസാനം പൊങ്കാല നിവേദ്യം അടിയിൽ കരിഞ്ഞൊക്കെ പിടിക്കണൊക്കെ കാണാം. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പൊങ്കാല അങ്ങനെ ഏത് ഭാഗത്തോട്ട് തൂവിക്കോട്ടെ, അതിന് വേറൊരു കുഴപ്പമില്ല. അത് പാല് കാച്ചുമായിട്ട് ബന്ധപ്പെട്ട ആ സിസ്റ്റത്തെ എടുത്ത് പൊങ്കാല സമർപ്പിക്കുന്നതിലേക്ക് കൊണ്ടുവരേണ്ട. കാര്യം എൻ്റെ പൊങ്കാല ഇട്ടപ്പോൾ അത് പടിഞ്ഞാറ്റോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് തൂവിപ്പോയി എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. നിങ്ങൾ വിശ്വാസപൂർവ്വം ദേവിക്ക് സമർപ്പിച്ചതാണ്. അപ്പോൾ അതിന് സന്തോഷമെല്ലാം അതോടുകൂടി ഈ തൂവുന്ന കാര്യം കാണുമ്പോഴേ നിങ്ങൾക്ക് ഇല്ലാണ്ടായിപ്പോവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയൊന്നും കാണിക്കേണ്ടതില്ല. പൊങ്കാല തിളക്കുക, തൂവുക, അതൊക്കെ അതിൻ്റെ ഇഷ്ടം. നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അമ്മയുടെ താല്പര്യം പോലെ അമ്മ അത് സ്വീകരിക്കട്ടെ. അല്ല ലക്ഷണശാസ്ത്രം ഒന്നും ഇതിൽ പറയുന്നില്ല കേട്ടോ. 13ാമത്തെ ചോദ്യം, പൊങ്കാല ഇട്ടതിന് ശേഷം നേദിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? കാര്യം കുറച്ച് തിരക്കുള്ള ദിവസമാണ്, പൊങ്കാല ഇട്ടിട്ട് ഉടനെ മടങ്ങിപ്പോരാനാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. പൊങ്കാല ഇടുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നേദിക്കാനുള്ള ഒരവസ്ഥയും കൂടെ വേണ്ടിയിട്ടാണ്, അമ്മയ്ക്ക് നിവേദിക്കാനുള്ളതാണ്. അപ്പോൾ പൊങ്കാല ഇട്ടതിന് ശേഷം നിങ്ങൾ പൊങ്കാല എടുത്തോട്ട് വന്നിട്ടൊരു കാര്യമില്ല. നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാൽ മതി, അവർ നേദിക്കാനുള്ള കാര്യം ചെയ്യും. അത് നേദിച്ചെടുക്കുക. അതായത് പൊങ്കാല ഇട്ടിട്ട് എടുത്തുകൊണ്ട് പോകേണ്ട യാതൊരു ഗുണവും ഇല്ല. അത് തെറ്റായ കീഴ്വഴക്കാണ്. 14ാമത്തെ ചോദ്യം, ഒരു ക്ഷേത്രത്തിൽ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ആ കൊല്ലം മറ്റൊരു ക്ഷേത്രത്തിൽ പൊങ്കാല ഇടാൻ പാടില്ലേ എന്നുള്ളതാണ്. ആവാമല്ലോ. നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പൊങ്കാല ഇട്ടാൽ ആ കൊല്ലം 1 അല്ല 10 ക്ഷേത്രത്തിൽ വേണമെങ്കിലും കഴിയുമെങ്കിൽ പൊങ്കാല ഇട്ടോളും. മാത്രമല്ല ഈ മകരപ്പൊങ്കൽ പോലുള്ള പൊങ്കാല നടത്തുന്ന ക്ഷേത്രമുണ്ട്. അതിരാവിലെ ആയിരിക്കും പൊങ്കാല നടക്കുന്നത്, 5 മണിക്ക് 6 മണിക്ക് ഇടയ്ക്ക് സൂര്യോദയത്തിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട്. ഒരേ ദിവസം തന്നെ 2 പൊങ്കാല ഇടുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പോഴാണ് ഒരു ക്ഷേത്രത്തിൽ ഒരു കൊല്ലം പൊങ്കാല ഇട്ടാൽ പിന്നെ ഒരു വർഷത്തേക്ക് മറ്റു ക്ഷേത്രത്തിൽ പൊങ്കാല ഇടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാർ. അതൊന്നും ഒരു വിശ്വാസ പ്രമാണത്തിലും വരാത്ത കാര്യമാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ക്ഷേത്രങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒരു കൊല്ലത്തിൽ തന്നെ പൊങ്കാല ഇടാൻ യാതൊരു കുഴപ്പമില്ല കേട്ടോ. 15ാമത്തെ ചോദ്യം, പൊങ്കാല തിളച്ചു വരുമ്പോൾ കുരവ ഇടണോ എന്നുള്ളതാണ്. പൊങ്കാല തിളച്ചു വരുമ്പോൾ മംഗളസൂചകമായിട്ട് കുരവ ഇടുന്നത് നല്ലതാണ്. പക്ഷേ എല്ലാവർക്കും ഒന്നും കുരവ ഇടാൻ അറിയുകയൊന്നുമില്ല. അപ്പോൾ അത് കുരവ ഇടാൻ അറിയാമെന്നുള്ളൊരു കുരവ ഇടുക. അല്ലാത്തവർ എന്താ മിമിക്രിയൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കൂവുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, അത് വികൃതമാണ്. നിങ്ങൾക്ക് മംഗളനാഥമായിട്ട് കുരവ ഇടാൻ അറിയാമെങ്കിൽ കുരവ ഇടുക, ഇല്ലെങ്കിൽ വേണ്ട എന്നതേ ഉള്ളൂ. 16ാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. കാര്യം എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടുക. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അതും കൂടെ പ്രയോജനപ്പെടുത്തും. 16ാമത്തെ ചോദ്യം, 108 കളത്തിൽ പൊങ്കാല ഇടണം എന്നുണ്ട്. എന്നിട്ട് നേദ്യം കഴിഞ്ഞ് ആ പൊങ്കാല എത്രയും വീട്ടിൽ കൊണ്ടുപോകേണ്ടതുണ്ടോ? ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? 108 കലം, 508 കല, 1008 കല, അങ്ങനെ പല സംഖ്യകളിൽ ആൾക്കാർ പൊങ്കാല ഇടാറുണ്ട്. ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും കലങ്ങളും വീട്ടിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും കഴിയുന്ന കാര്യമല്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇതൊക്കെ സമർപ്പണമായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കഴിയുന്ന കുറച്ച് പ്രസാദം കൊണ്ടുപോകുക, ബാക്കിയൊക്കെ അവിടെ ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ടാവും, അവർ കൊണ്ടുപോയിക്കോളും. അല്ല എല്ലാം നിങ്ങൾ ആ പ്രസാദം വീട്ടിൽ കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇതിൽ പറഞ്ഞത്. ഇനിയും ഒട്ടേറെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. അതിൽ അതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് പറയാം. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.